ഉമ്മയുടെ തീരുമാനം കൊണ്ട്, ബാപ്പയുടെ തീരുമാനം കൊണ്ടല്ല ഒരു പെൺകുട്ടിയുടെ ജീവിതം തീരുമാനിക്കേണ്ടത്. അവൾ കണ്ടിഷ്ടപ്പെടണം, അവൻ കണ്ടിഷ്ടപ്പെടണം. ആ കാണൽ എങ്ങനെയാണ്? ചില നിബന്ധനകളുണ്ട്. ഒന്ന്, കല്യാണം നടക്കുമെന്ന് തോന്നുമ്പോഴാണ് കാണാൻ അനുവാദം നൽകേണ്ടത്. ആദ്യം നമ്മളെ നാട്ടിൽ കാണലാണ്. ഇനി ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ, അതിനുശേഷമാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ചെക്കൻ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ശരി എന്നാ മാറാം. അങ്ങനെയല്ല, ആദ്യം അന്വേഷിക്കണം, അവനെക്കുറിച്ച് പഠിക്കണം. ആ വീട്ടിലേക്ക് പെൺകുട്ടിയെ പറഞ്ഞയക്കാൻ കഴിയുമോ എന്ന് അന്വേഷിക്കണം. അങ്ങനെ അന്വേഷിച്ച് രണ്ട് കൂട്ടരും ഒന്നിച്ചു പോകും. കല്യാണം നടക്കാൻ സാധ്യതയുണ്ട്, ഇനി രണ്ടുപേരും കണ്ടാൽ മതി എന്ന് തോന്നുന്ന സമയത്താണ് പെണ്ണു കാണേണ്ടത്. മറ്റേത് 100 ഫോട്ടോയിട്ട് ബ്രോക്കർ വരാൻ, ഇത് നോക്ക്, അത് പറ്റില്ലെങ്കിൽ അത് നോക്ക്, അത് പറ്റില്ലെങ്കിൽ മറ്റേത് നോക്ക്, ഓരോ ഫോട്ടോ നിരത്തി വെച്ചിട്ട് നോക്കാണ്. ഇതല്ല ഇസ്ലാമിലെ വിവാഹാലോചന. രണ്ടുപേരും അന്വേഷിച്ച് കല്യാണം നടക്കുന്നു എന്ന് തോന്നുന്ന സമയത്ത് കാണാൻ അനുവാദം നൽകി. ആ കാണൽ മഹ്റമിന്റെ സാന്നിധ്യത്തിലാണ്. മഹ്റമിന്റെ സാന്നിധ്യത്തിൽ എന്തെല്ലാം ചോദിക്കാൻ കഴിയുമോ അതാണ് ചോദിക്കേണ്ടത്. ഇനി അവർ രണ്ടാളും മാറിയിരുന്ന് സംസാരിച്ചോട്ടെ, നമുക്കിങ്ങോട്ട് മാറി നിൽക്കാം. എന്നിട്ട് രണ്ടാളിൽ റൂമിലേക്കാക്കി കാരണവന്മാരെല്ലാവരും കൂടി മാറിപ്പോകുന്ന ഏർപ്പാട് അത് ഇസ്ലാമല്ല. ഇസ്ലാമിൽ മഹ്റമിന്റെ സാന്നിധ്യത്തിൽ ആ പെൺകുട്ടിയുടെ ഉപ്പ, ആ പെൺകുട്ടിയുടെ സഹോദരൻ, ആ പെൺകുട്ടിയുടെ മഹ്റമായ ആളുകൾ, അവരുടെ സാന്നിധ്യത്തിൽ ആ പെണ്ണിനോട് വിവാഹം അന്വേഷിക്കുന്ന ആൾക്ക് സംസാരിക്കാം. അതല്ലാതെ രണ്ടാളും കൂടി ഒരു കൂൾബാറിൽ പോയി അവരിരുന്ന് സംസാരിച്ച് അവർ തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ അവർ വേറെ എവിടെയെങ്കിലും ഇരുന്നിട്ട് അവർ തീരുമാനിച്ച് ബാക്കി വീട്ടുകാരെ അറിയിക്കുക, അതല്ല ഇസ്ലാമിലെ സംസ്കാരം. ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ വലാ തുസാഫിർ ഇല്ലാ വമഅഹാ ദു മഹ്റം. ഒരാണും പെണ്ണും ഒറ്റക്കാകരുത്. യാത്രയിലാകട്ടെ, ഏതു വേളയിലാകട്ടെ, മഹ്റമിന്റെ സാന്നിധ്യത്തിലല്ലാതെ. ഇപ്പൊ വിവാഹാലോചനയുടെ സമയത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാം, മുഖത്തേക്ക് നോക്കാം, കൈകളിലേക്ക് നോക്കാം. അത് ആ സമയത്ത് അനുവദനീയമാണ്.